ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. അതുകൊണ്ട് തന്നെ പറയാൻ ബാക്കി വെച്ച പലതും പറയാനുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓവറോൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്ന ഒരു എനർജി. അതായത് രണ്ടുപേരുടെ ഇടയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോൾ ഇല്ല. റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയിലാണ്, അതായത് ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തോറ്റുപോയോ എന്നൊരു ഉള്ളുകൊണ്ട് ഒരു ഭയമുണ്ട്. അതായത് നിങ്ങൾ എന്തോ വാക്കുതർക്കമൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വാക്കുതർക്കത്തെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന നിലയിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ആ ഒരു താൻ തോറ്റുപോയോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയിലാണ്. അതായത് ഈ റിലേഷൻഷിപ്പിലേക്ക് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത്. ഇത് വീണ്ടും ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നുള്ള ഒരു എനർജിയിലാണ് ആ വ്യക്തി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി വേണം ആ വ്യക്തിയിൽ നിന്നും. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പോരാ, ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു മെച്യൂറായ ഇമോഷൻസ് നിങ്ങളോടുള്ളത് എങ്ങനെയാണ് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ വേറെ ആംഗിളിൽ നോക്കിക്കാണൂ എന്ന് പറയുന്ന എനർജിയാണ്. അത് ആ വ്യക്തിയുടെ രണ്ട് എനർജി നമുക്ക് കിട്ടിയത് പോസ് എനർജി ആയിട്ടാണ്.